യെസ് മക്കളെ, ഡാൻസ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ആൻസർ കിട്ടിയോടാ? ആൻസർ കിട്ടിയൊക്കെ ഹാൻഡ് റൈസ് ചെയ്തേ. ആർക്കും ഇല്ല? അതെന്താ ആർക്കും ആൻസർ ഇട്ടായിരുന്നത്? ആള് ചിലരൊക്കെ എനിക്ക് ഒട്ടുമായിട്ട് നോക്കിക്കന്നെ. യെസ്, നമുക്ക് ആൻസറിലേക്ക് പോകാം കേട്ടോ. സാർ ക്വസ്റ്റ്യൻ കൊടുത്തു, ആൻസർ കൊടുത്തു. യെസ് മക്കളെ, എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ കൂടെ അറിയാം അല്ലേ? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. Fe then H2O നമുക്കറിയാം എന്താ 6 ആണല്ലേ? H2O 6 തന്നിട്ടുണ്ട്. പക്ഷെ H2O എന്താ പ്രത്യേകത? നമുക്ക് ന്യൂട്രൽ ആയതുകൊണ്ട് 0 വരും നമുക്ക് അല്ലേ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ 3+ ഉണ്ട് നമുക്ക് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് the element Fe is in 3+ oxidation as H2O is a weak field ligand, so electron sparing is not possible in this case അല്ലേ? നമുക്ക് നോക്കാം. Fe 3+ പറഞ്ഞിരിക്കുന്നത് 3+ എന്ന് പറയുമ്പോൾ ടോട്ടലിൽ നമുക്ക് ഇതിന്റെ 3 ഇലക്ട്രോൺസ് ലോസ് ആയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും നമുക്ക്. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റിലില്ല നമുക്ക് 2p then 3d ഇലക്ട്രോൺ പെയറിംഗ് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും ഇവിടെ നമുക്ക്? സോ ഇലക്ട്രോൺ പെയറിംഗ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കേസ് അല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ വരുന്നത് നമുക്ക് sp3d നോക്കാം കേട്ടോ. sp3d2 ആണ് വരിക കേട്ടോ. sp3d2 വരുന്നത്. സോ അപ്പോ സംഭവിക്കും, സിൻസ് നമുക്കിവിടെ 5, അതായത് നമുക്ക് H2O നമുക്കറിയാം. ദെൻ ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 2 3 4 5 എണ്ണം അല്ലെ? 5 എണ്ണത്തിൽ നമുക്ക് എന്താണ് അൺപെയ്ഡ് ആവാതിരിക്കുന്നത്. അപ്പൊ അൺപെയ്ഡ് ആയതുകൊണ്ട് സോ ഇതെന്ത് കളിക്കുമ്പോൾ നമുക്ക് സിൻസ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് സോ ഇതെന്തായിരിക്കും? നമുക്കൊരു പാരാമാഗ്നറ്റിക് ആയിരിക്കുള്ളൂ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിലേക്ക് പോവാം അല്ലെ? ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടെത്തി. ഹൈബ്രിഡൈസേഷൻ എന്താ വരും നമുക്ക്? ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ വരും. ദെൻ അടുത്ത നമുക്ക് എന്താ വന്നിരിക്കുന്നത്? നമുക്ക് നെക്സ്റ്റ് അതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ ആണ്. മാഗ്നറ്റിക് ക്യാരക്ടർ നമുക്കറിയാം എന്താ? ഇവിടെ നമുക്ക് 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് പാരാമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കുള്ളൂ. ഇതിനടുത്ത് നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ യെസ് മാഗ്നറ്റിക് നേച്ചർ അല്ലേ? മാഗ്നറ്റിക് കണ്ടുപിടിക്കാൻ നമുക്ക് മ്യൂസ് ഈക്വൽ ടു √n × n+2 അല്ലേ? n+1 അല്ല നമുക്ക് n+2 ആണ്. ഇക്വേഷനിൽ മിസ്റ്റേക്ക് ആണത്. കൊടുക്ക് സർ. എന്തുവാ അതന്നെ? യെസ്, √n × n+2 1 അല്ല നമുക്ക് n+2 ആണ്. ദെൻ നമുക്ക് ഇതിന്റെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് 5 ആണ്. 5 × 5+2 = നമുക്ക് എന്ത് വരും? നമുക്ക് 5. അതിന്റെ റൂട്ട് കണ്ടത് നമുക്ക് റൂട്ട് നമുക്ക് എത്ര വരും? 5.92 bm വരും കേട്ടോ. ഡിയോ bm കൊടുത്തോളൂ കേട്ടോ. ആൻസർ കിട്ടിയോ? യെസ്. ഈ അനന്തോ ഒന്നും നോട്ട് ചെയ്യില്ല എന്നോണോ? അനന്തു എന്തെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നോട്ട്ബുക്ക് ഒന്ന് കാണിച്ചേ. അല്ല, നോട്ട്ബുക്ക് ഒന്ന് കാണിക്കും. ആ, ഞാൻ മുമ്പും ഇത് സ്ക്രീൻഷോട്ട് എടുത്തപ്പോ എന്താ പറഞ്ഞത്? മുമ്പും ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ഞാൻ കാര്യം പറഞ്ഞത് അതിന്റെ അടുത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. എന്താ പറയാ, ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞ ഡയലോഗാണ്, സാർ അത് സ്ക്രീൻഷോട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്, എന്ത് ചെയ്തോളാം, നോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടൈപ്പ് വന്നോളൂടാ നീ. ആണോ? ചെറുതായിട്ട് എവിടെയോ അല്ലേ? എടാ, സംഭവങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഡയറക്റ്റ് ചെയ്ത് പോട്ടാ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പോ ഉടായ്പ കാണിക്കും, ദൈവം നല്ലൊരു ഉടായ്പ തിരിച്ചു കാണിക്കും. മനസ്സിലാവും? ഓക്കെ, മറക്കേണ്ടത്. യെസ്, അടുത്തേക്ക് നമുക്ക് പോവാം. അതിന്റെ മക്കളെ യെസ്, ഇതെന്താ? നമുക്ക് ഡ്രോ ദ ജിയോമെട്രിക് ഐസോമെറിസം ഓഫ് ദ കോംപ്ലക്സ് അല്ലേ? യെസ്, എത്ര പേര് വരച്ചോ ജിയോമെട്രിക് ഐസോമെറിസം? എത്ര പേര് വരച്ചു? ഒന്ന് കാണിച്ചെന്നേ. എത്ര പേര് വരച്ചു ജിയോമെട്രിക് ഐസോമെറിസം? ഷോമി ഒന്ന് കാണിച്ചിട്ട് എല്ലാവരും. യെസ്, ജിയോമെട്രിക് ഐസോമെറിസം ആയിരുന്നത് അശ്വിനി. ട്രാൻസ് അല്ലേ? എടാ, ട്രാൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അത് മറ്റേ ട്രാൻസാ.
ആരായിരുന്നു വൈശാഖ? ഹരിശാന്ത്. ഹരിശാന്ത് ഇതെന്ത് വരച്ചിരിക്കണത്? ട്രാൻസ്ഫോം മാത്രം പോരെ? കേക്കുന്നില്ലടാ? ആ ഓക്കെ 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 യെസ് ഓക്കെ. സർ ആൻസർ കൊടുത്തോർക്ക്. യെസ് മക്കളെ, ഇറ്റ് ഫോം ഔട്ടർ ഓർബിറ്റൽ ഓർ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് അല്ലേ? സോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഐസോമർ കോംപ്ലക്സ് നമുക്ക് ട്രാൻസ് ആണ് ഫോം ദ കോംപ്ലക്സ് അല്ലേ? നമുക്ക് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് സ്ട്രക്ചർ കേട്ടോ. യെസ്, ഇതാണ് എന്റെ ആൻസർ വരിക. എത്ര പേര് ആൻസർ കറക്റ്റ് ആണ് എനിക്ക് അറിയില്ല. എത്ര പേര് ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടാ? കറക്റ്റ് ആയിട്ട് സാറിന് പറ്റുന്നേ ആൻസർ കറക്റ്റ് ആയവരൊക്കെ? യെസ്, കുറച്ച് പേര് മാത്രമേ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളൂ. വേഗം വരച്ചെടുത്തോ. വേഗാവട്ടെ വേഗാവട്ടെ വേഗാവട്ടെ. കോർഡിനേഷൻ കോമ്പൗണ്ട് ചാപ്റ്റർ കേൾക്കുമ്പോഴേ കുട്ടികൾക്ക് ദേഷ്യം. അതിൽ എന്താ പറയാ, ഇത് വരക്കാൻ പറഞ്ഞ ഒന്നും കൂടെ ദേഷ്യം. ഈ ചാപ്റ്റർ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. 7-8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ചാപ്റ്ററിന്. ഏട്ടാ ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കടാ, പിന്നെ ഭക്ഷണം കഴിക്കുക. അവന് ഭക്ഷണം കഴിക്കുന്ന സാധ്യത കൂടുതൽ ശ്രദ്ധ. അവിടെ വെക്ക്, എന്നിട്ട് ഇത് എഴുതിയെടുക്ക്, വരച്ചെടുക്ക്, ഇതിൽ ശ്രദ്ധ കൊടുക്ക്. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കേട്ടോ. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു. സാർ അതില് പറയാം, സ്ലൈഡ് നമ്പർ 6 ആൻസർ ഉണ്ടല്ലോ അതില്. ആൻസർ കൊടുക്കണ്ടായിരുന്നു. അല്ല 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 അതല്ല, സ്ലൈഡ് നമ്പർ 6 അല്ല, അതാ ക്വസ്റ്റ്യൻ വരാ. അല്ല, സ്ലൈഡ് നമ്പർ 6 എടുത്ത് ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്തു. എന്നിട്ട് 6 എടുത്ത് ഇതാണോ? അപ്പൊ അതിന്റെ ആൻസർ ക്വസ്റ്റ്യൻ വരുന്നത് 5-ലാണല്ലേ? അതിന് മുമ്പത്തെ സ്ലൈഡ് എടുത്ത് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? മനുഷ്യ കൊടുക്കല്ലേ, ആൻസർ കൊടുക്കല്ലേ, മ്യൂട്ടേ.
നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഒരു കോംപ്ലക്സ് കണ്ടിട്ടുണ്ട് CONH3 5SO4 then 4 ശ്രദ്ധിക്കട്ടോ CONH3 5SO4 Cl is an octahedral coordination compound. അതിൽ ക്വസ്റ്റ്യൻ A വന്നിരിക്കുന്നത് write the IUPAC name of the above complex. Then B, write the formula of ionization isomers of the above compound. Then C, how do d orbitals split in an octahedral crystal field. Then D, draw the diagram which indicates the splitting of d orbital in tetrahedral field. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് നോക്കിക്കോട്ടെ. എന്താ നമുക്ക് കോംപ്ലക്സ് ഉണ്ട്, കോംപ്ലക്സ് നെയിമിംഗ് ഉണ്ട്, നെയിമിംഗ് കൂടാതെ ഐസോമറിസ് ഉണ്ട് അല്ലെ, ഐസോമറിസ് ഉണ്ട്, ക്രിസ്റ്റൽ ഫീൽഡ് ഉണ്ട്. ഈ മൂന്ന് എന്താ പറയാ കോൺസെപ്റ്റും ഒരുമിച്ചാണ് ഒരു ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് കേട്ടോ. വേഗം ആൻസർ ചെയ്തോ. നോക്കാം, ഇതില് ഫസ്റ്റ് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസ് ആണെന്ന് അല്ലേ. എത്ര പേർക്ക് മനസ്സിലായോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അത് ഏ ടൈപ്പ് ഓഫ് ഐസോമറിസ് എന്ന് എത്ര പേർക്ക് മനസ്സിലായി? ഒരാൾ ഹാൻഡ് റൈസ് ഇല്ലേ? എത്ര പേർക്ക് മനസ്സിലായത് ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസ് എന്ന്? വളരെ കുറച്ച് പേർക്ക് മാത്രം. ആ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചാലുള്ള നിങ്ങളുടെ ഒരു എന്താ പറയാ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ, കാണുമ്പോൾ തന്നെ കേട്ടോ. അപ്പോ ഒരു കാര്യമുണ്ട്, ഐസോമറിസ് എന്താണെന്ന് കൂടെ ഞാൻ പഠിപ്പിക്കേണ്ടി വരും അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വേഗാവട്ടെ 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 വേഗാവട്ടെ. വേഗം 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 വേഗം. സാറേ ഒന്ന് മ്യൂട്ട് ചെയ്തേ. അല്ല യെസ് സാർ നോക്കിയോ സാർ. ദേവനന്ദ 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 ആൻസർ കിട്ടിയോടാ? IUPAC നെയിം എന്ന് പറഞ്ഞ പെന്റ പെന്റ എടാ അമീൻ അല്ല, അമൈൻ. അമീൻ വേറെ കേട്ടാ, അമീൻ വേറെ കോംപ്ലക്സ്, അമൈൻ വേറെ കേട്ടാ. അമൈൻ ആണ് നമ്മുടെ അമോണിയ കേട്ടോ. ഓക്കെ, പെന്റമൈൻ. സൾഫേറ്റോ കൊബാൾട്ട്. ഒരു മിനിറ്റ്, കൊബാൾട്ട് 3 ക്ലോറിൻ. ആ 3 അങ്ങനെ കിട്ടി? 3 അങ്ങനെ കിട്ടി? എന്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എടുത്തു? അമൈന്റെ അമൈൻ 0 എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെ അമൈന്റെ ആഡ് ചെയ്യും? കൊബാൾട്ട് 2 ആണ്, ഉറപ്പാണോ? പിന്നെ താങ്കൾ 3 പറഞ്ഞത്? സൾഫേറ്റിന് 3 ആയിട്ട് എടുത്തിട്ടാണ് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത്, ആണോ? എസ് ഓഫ് സൾഫേറ്റ് 2 മൈനസ് അല്ലടാ. ആണോ? അപ്പൊ പിന്നെ 3 ആവണത്? സൾഫേറ്റ് 2 മൈനസ് ആണ്, പിന്നെ 3 ആവുന്നു. ഞാനോ ഉഡായിപ്പ്, നിങ്ങൾ ഭൂലോ ഉഡായിപ്പ് ആവുകയാണോ? ഞാനും ഉഡായിപ്പാണ്, നിങ്ങളതിനേക്കാൾ വലിയ ഉഡായിപ്പ് ആകുന്നു. വാട്ട് ഇസ് ദിസ്? എടാ സൾഫേറ്റ് 2 മൈനസ്, Cl -1, ക്ലോറിന് -1 അല്ലേ? ആണോ? ദേവനന്ദ ശ്രദ്ധിക്ക്,
SO4 2 മൈനസ് ആണ്, അറിയാലോ. Cl -1 ആണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം കൂടെ 3 വരും. NH3 0 ആണ്. അതാണ് സിയോടെ 3 പ്ലസ് എന്താ പറയുക 3 വരുന്ന കേട്ടോ. കിട്ടിയോ? അല്ലാതെ വേറെ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇവിടെ നമുക്ക് CO NH3 0 ആണ്. SO4 2 മൈനസ് ആണ്. Cl -1 ആണ്. അപ്പൊ നമുക്ക് എന്തൊരു 3 വരും. ആ 3 ആണ് നമുക്ക് എന്തോരെ പേര് വരുമ്പോൾ പെന്റ അമൈൻ സൾഫാറ്റോ കൊബാൾട്ട് 3 ക്ലോറൈഡ് കേട്ടോ. എത്ര പേർക്ക് പേര് കിട്ടിയാടാ? ഈ നെയിം കിട്ടിയോ? യെസ്. 3 കിട്ടിയില്ലേ? ഓക്സിഡേഷൻ നമ്പർ 3 വന്നോ? നമുക്ക് 3 വന്നില്ലേ? യെസ്. അത് വേറൊരു വേയിലൂടെ അല്ല, ടി വേയിലൂടെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊരു പേര്? പെന്റ അമൈൻ സൾഫാറ്റോ കൊബാൾട്ട് 3 ക്ലോറൈഡ് വന്ന് നമുക്ക് വന്നില്ലേ? യെസ്. അടുത്തത് write the formula of the ionization isomers above. നോക്ക് മക്കളെ, ഇതിൽ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സ് ഇല്ലേ, CO NH3 5SO4 Cl അല്ലെ. ഇത് മക്കളെ ഏത് അയണൈസേഷൻ കാണിക്കാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്? SO4ഉം Cl മൈനസും അല്ലെ, രണ്ടും അയോൺസ് ആണ്. SO4ഉം Cl മൈനസും അയോൺസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. കോർഡിനേഷൻ സ്പിയറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ എന്ത് കാണിക്കും? അപ്പൊ അത് അയണൈസേഷൻ ഐസോമറിസം കാണിക്കും. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, എന്താ പറയാ, റൈറ്റ് ദ ഫോർമുല ഓഫ് ദ അയണൈസേഷൻ ഐസോമറിസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മക്കളെ ഈ കോംപ്ലക്സ് ഏത് ഐസോമറിസം കാണിക്കാൻ ചോദിച്ചു. എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? 4-5 പേര് മാത്രം എന്ത് ചെയ്തോളൂ? ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക, അതിന്റെ കുഴപ്പമാണ്. ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ, റൈറ്റ് ദ ഫോർമുല ഓഫ് ദ അയണൈസേഷൻ ഐസോമേഴ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ശ്രദ്ധിക്കാത്തത് ആരുടെ കുഴപ്പമാണ് മക്കളെ? നിങ്ങളുടെ കുഴപ്പമുണ്ടാ. ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ആൻസർ ആണ് ഞാൻ എന്ത് പറയാ, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നത്, എന്നിട്ട് അത് ആൻസർ ചെയ്തില്ല. അപ്പൊ അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് Cl അകത്തേക്കും വരാം, SO4 പുറത്തേക്കും പോലെ. അതായത് ഇങ്ങനെ കാണിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. CO NH3 5 ടൈംസ് SO4 എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകും അല്ലെ. എന്തായിട്ട് പറഞ്ഞാൽ നമുക്ക് Cl അകത്തേക്കും വരും, SO4 പുറത്തേക്കും പോകും കേട്ടാ. ഇവിടെ എത്ര പേർക്ക് ഇങ്ങനെ ആൻസർ കിട്ടിയാടാ? എത്ര പേർക്ക് വന്ന ആൻസർ? എത്ര പേർക്ക് വന്നു ആൻസർ? SO4. വളരെ കുറച്ച് പേർക്ക് അല്ലേ. എടാ, അയണൈസേഷൻ ഐസോമർസ് എന്താന്ന് അറിയണോ കേട്ടാ. എന്താണ് നമുക്ക് അയണൈസേഷൻ ഐസോമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, കോംപ്ലക്സിനകത്തെ SO4 2 മൈനസ് അല്ലേ, അപ്പൊ അത് അയോൺസ് ആയിരിക്കുള്ളൂ. Cl 1 മൈനസ് അല്ലേ, അയോൺസ് ആയിരിക്കുള്ളൂ. അപ്പൊ അയോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാട്ടാ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാണുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ, ആ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞ കോർഡിനേഷൻ സ്ഫിയർ എന്നാണ് പറയാ കേട്ടാ. എന്താ പറയുക, നമ്മളിന് കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് നിന്ന് പുറത്തേക്കും വരാം, പുറത്തുനിന്ന് അകത്തേക്കും വരാം കേട്ടാ. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന എന്താ പറയാ, നമ്മള് ഐസോമേഴ്സ് നമ്മൾ പറഞ്ഞവരാണ് അയോണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറയുക കേട്ടാ. എന്താണ് ഷെർലിനെ ഡൗട്ട് എന്താടാ? അപ്പൊ ഇത് എല്ലാവരും പഠിച്ചു വെച്ചോളണം കേട്ടാ. യെസ്, പറഞ്ഞ മോനെ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടാ. കാരണം അയോൺസ് ഇന്റർചേഞ്ച് ചെയ്യല്ലേ ചെയ്യാ. ആ കോർഡിനേഷൻ കോമ്പൗണ്ട് സ്റ്റെബിലിറ്റിക്ക് ഒന്നും ചേഞ്ച് വരില്ല. അയോൺസിന്റെ അതായത് കോർഡിനേഷൻ സ്ഫിയറിന് അകത്തേക്ക് പുറത്തേക്കും അയോൺസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോ ഒരു കാരണവശാലും എന്തുണ്ടാവില്ലടാ, കോർഡിനേഷൻ കോമ്പൗണ്ട് സ്റ്റെബിലിറ്റി ചേഞ്ച് ഉണ്ടാവില്ല കേട്ടാ. വേണ്ട, ഒന്നും ചെയ്യണ്ട. അതായത് നമുക്ക് ഇവിടെ ഒരു SO4 അല്ലേ ഉള്ളൂ നമുക്ക്. ഇതിന് SO4 എന്ന് പറഞ്ഞ കോംപ്ലക്സിന് മൊത്തമായിട്ട് ചാർജ് -2 എന്ന് പറയണത്. ഓക്കെ, ഇനി Cl ചാർജ് -1 എന്ന് പറയണത്. ഈ കോംപ്ലക്സിൽ നിന്ന് Cl അകത്തേക്ക് പോയാലും SO4 പുറത്തേക്ക് പോയാലും ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? സ്റ്റെബിലിറ്റി ചേഞ്ച് ഉണ്ടാവും. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ചേഞ്ച് ഉണ്ടാവില്ല. ഇല്ലടാ, അതെങ്ങനെ പുറത്ത് പ്ലസ് ആവാ? SO4 2 മൈനസ് അല്ലേ, പുറത്ത് മൈനസ് തന്നെ അകത്ത് മൈനസ് തന്നെ അല്ലേ ആവുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് സ്ട്രക്ചറൽ ഫോർമുലയിൽ വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ മോളിക്കുലർ ഫോർമുല വേരിയേഷൻ ഉണ്ടാവില്ല. സ്ട്രക്ചർ എഴുതുമ്പോ നമുക്ക് സ്ട്രക്ചർ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ കൊടുത്തിരിക്കുന്നത്
CO, NH3 5 times SO4 Cl. ഓക്കെ ഓക്കെ, അടുത്തത് CO, NH3 5 times Cl SO4. ഇത് രണ്ടും എന്താ ഐസോമറിക് ഫോംസ് അല്ലേ? ഐസോമറിക് സ്ട്രക്ചർ ആണിത്. ഓക്കെ, ഇത് ഐസോമറിക് സ്ട്രക്ചർ ആണിത്. ഇത് സ്ട്രക്ചർ വേരിയേഷൻ ഉണ്ട്. ഇതിന്റെ മോളിക്കുലർ ഫോം എടുക്കുന്ന സെയിം ആയിരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ മോളിക്കുലർ ഫോമിൽ സെയിം അല്ല, അതിന്റെ സ്ട്രക്ചർ ഫോമിലെ വേരിയേഷൻ ആവുന്നുള്ളൂ. സ്ട്രക്ചർ ഫോമിലായാലും അതിനകത്തുള്ള കമ്പോണൻസിന്റെയും അയോൺസിന്റെയും എണ്ണം കറക്റ്റ് ആണോ? അപ്പൊ അത് അയോൺസിന്റെ എണ്ണം കറക്റ്റ് ആയപ്പോ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആവാനായിട്ട്. മനസ്സിലായില്ലേ? അതായത് നിന്റെ റൈറ്റ് ഹാൻഡില് ഒരു എന്താ പറയാ ഒരു 10 ചോക്ലേറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ ഒരു 10 ചോക്ലേറ്റ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? എടാ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. റൈറ്റ് ഹാൻഡിൽ ഒരു 5 ചോക്ലേറ്റ്സ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. നീ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഒരു 3 ചോക്ലേറ്റ്സ് റൈറ്റ് ഹാൻഡിലേക്ക് കൊടുത്തു. ബട്ട് നിന്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ എന്ത് പറയുക, നമ്മൾ 10 തന്നെ ഉണ്ട്. മനസ്സിലാവുന്നില്ലേ? അതായത് അതിന്റെ സ്റ്റെബിലിറ്റി വേരിയേഷൻ ഉണ്ടാവുന്നില്ല. അത്രേ ഉള്ളൂ കേട്ടാ. പക്ഷെ അത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മാത്രം കേട്ടാ. നോർമൽ കോമ്പൗണ്ടിൽ വരുമ്പോ എന്ത് ചെയ്ത് അതിന്റെ സ്റ്റെബിലിറ്റി മാറും. പോസിറ്റീവ് ചാർജ് നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ എന്ത് സംഭവിക്കും? ചാർജസ് മാറുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ സ്റ്റെബിലിറ്റി ചേഞ്ച് ഉണ്ടാവും കേട്ടാ. അയോൺസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സാർ ആൻസർ പറഞ്ഞത് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് സിൽവർ ക്ലോറൈഡും. ഓഫ് കോഴ്സ് മതി കേട്ടോ. കാരണം പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാലും എന്ത് ചെയ്യുന്നുണ്ട്? അടിയിലേക്കല്ലേ വരുള്ളൂ, പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ മക്കളെ ഇത് ആൻസർ ഇതാ. അതിന്റെ ഡയഗ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻസറിലേക്ക് നമ്മൾ പോവേണ്ട. യെസ്, ഇൻ ടെട്രാ ഒക്ടാഹെഡ്രൽ ഫീൽഡ് d orbit split into 2, the lower energy T2g level and higher energy EG. ട്ടാ, രണ്ട് എനർജി ആയിട്ട് മാറുള്ളൂ എപ്പോഴും ട്ടാ. ഒരു ശ്രദ്ധിച്ചോളാം, ഒക്ടാഹെഡ്രൽ ഉണ്ട്, ടെട്രാഹെഡ്രൽ ഉണ്ട് ട്ടാ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആകുമ്പോൾ നമുക്കറിയാൻ എന്തുണ്ട്? 3 ഡി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, ഡി ഓർബിറ്റ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 3 മുകളിലേക്കും 2 അടിയിലേക്കും പോകും ട്ടാ. ഇത് എപ്പോഴും ഓർത്ത് വെച്ചോളണം കേട്ടാ, ഈ കാര്യം കേട്ടാ, മാറിപ്പോകരുത്. യെസ്, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ് വേണ്ടിയപ്പോഴുള്ള സമയമായിട്ടുണ്ട്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടാ. എന്തോ മക്കളെ, സാർ ഓപ്പറേറ്റ് കാര്യം പറയട്ടെ. കോർഡിനേഷൻ കോമ്പൗണ്ട് എല്ലാം റിവിഷൻ പോരാട്ടാ. നമ്മളെ വെള്ളം കുടിക്കുന്ന ചാപ്റ്റർ ആണോ കോർഡിനേഷൻ കോമ്പൗണ്ട്. സാർ എപ്പോഴും പറയുന്ന കാര്യമാണത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ പോലെ അല്ല. പഠിക്കും തോറും കൺഫ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ പഠിക്കാതിരുന്ന പോലെ അല്ലേ? പഠിക്കും തോറും കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്തോളാം? നന്നായിട്ട് പഠിച്ചോട്ടെ ചാപ്റ്റർ കേട്ടോ. അടുത്ത കൊടുത്തോ. നെക്സ്റ്റ് വൺ. മക്കളെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. എടാ എന്തോ ഷോർട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം, നോട്ട്ബുക്കിൽ എഴുതിയെടുക്കടാ ക്വസ്റ്റ്യൻ. അനന്ത് അബ്രോഡാണ് സാർ? നാട്ടിലാണോ അബ്രോഡാണോ? അനന്ത് നാട്ടിലാണ്. അവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയല്ലോ. നമുക്ക് അത് നമുക്ക് ഡീറ്റെയിൽ അഡ്രസ് മുകളിൽ എടുക്കാം. യെസ്, നോക്കാം. CONH3 4SO4Cl. യെസ്, are coordination compound. Identify the isomerism shown by above the complex. Write the IUPAC name of the above compound. Identify the ligand in each of the above compound. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ട് നോക്കട്ടെ കേട്ടോ. ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തോളേ. ബുദ്ധിയുള്ളവരാണ് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ ഈ ക്വസ്റ്റൻ ഹോംവർക്ക് തരാനുള്ള റീസൺ അത് തന്നെയാണ്. യെസ്, എഴുതിയില്ലേ? എഴുതിയെടുത്തോ.
എക്സസ് ക്ലാരിറ്റിയോ? ഓക്കെ മക്കളെ, മതി കേട്ടോ. ഈ നമ്മുടെ ക്ലാസ് എക്സാം ടൈം ആണ്. വേഗം തന്നെ പാരന്റ്സിനൊക്കെ വിളിക്കുക, എക്സാം റെഡി ആയിക്കോ കേട്ടോ.